ഹായ്. ഈ ജെംസ് ഓഫ് ബംഗളൂരു എന്നും പറഞ്ഞിട്ട് ഈ ഒരു പേജ് ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്താണ് ഇപ്പോൾ ഈ പേജിലിടുക, ഒരു പോഡ്കാസ്റ്റ്, ഒരു ബാംഗ്ലൂർ മലയാളി പോഡ്കാസ്റ്റ് പോലെ സ്റ്റാർട്ട് ചെയ്താലോ, അതല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ എന്താ പറയുക റെസ്റ്റോറൻറ്റും അങ്ങനത്തെ കുറേ കഫേകളൊക്കെ കാണിച്ച് തുടങ്ങിയാലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ നമുക്കിവിടെ എന്താ പറയുക എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചാനൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് പറയാം, ബാംഗ്ലൂർ ന്യൂസുകൾ പറയാം, ബാംഗ്ലൂരിൽ അപ്പം നടക്കുന്ന കാര്യങ്ങൾ, മലയാളികളുടെ ഇടയിൽ പ്രത്യേകിച്ച് നടക്കുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളും ന്യൂസും ഫുഡും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു പേജാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം ഈ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇട്ടതിൽ നമ്മുടെ ഒരു ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു പോഡ്കാസ്റ്റ് പോലെ എനിക്ക് തോന്നി, 1-2 പേരൊക്കെ വിളിച്ച് ഒരു വട്ടമേശ സമ്മേളനമൊക്കെ പോലെ ചെയ്താലോ എന്ന് തോന്നി. അതിന് നമുക്ക് ആൾക്കാർ വേണം, അങ്ങനത്തെ സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ വേണം. അവരൊക്കെ വരട്ടെ, വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. ഏതായാലും ഫസ്റ്റ് വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ തനിയെ ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റായിട്ട് മാത്രം വിചാരിച്ചാൽ മതി. ഇന്ന് നമ്മൾ എന്തുകൊണ്ടാണ് ബാംഗ്ലൂർ ഇത്രയും ആളുകൾ ചൂസ് ചെയ്യാനുള്ള റീസൺ, നമ്മൾ കണ്ണടച്ച് പറയും ബാംഗ്ലൂരെ ക്ലൈമറ്റാണ്. ഒക്കെ പണ്ടേനിട്ടു ബാംഗ്ലൂരെ ക്ലൈമറ്റൊക്കെ മാറി മനുഷ്യന്മാർ. ബാംഗ്ലൂരെ ക്ലൈമറ്റൊക്കെ തണുപ്പുണ്ട്, മഴയുണ്ട്, അതുപോലെ തന്നെ ചൂടുമുണ്ട്. പണ്ടത്തെ പോലത്തെ ഒരു സമാധാനമുള്ള ഒരു ക്ലൈമറ്റ് ഒന്നും ബാംഗ്ലൂർ ഇപ്പോൾ കിട്ടുന്നില്ല. തോന്നിയ പോലെ, പടച്ചോന് തോന്നിയ പോലത്തെ ക്ലൈമറ്റുകളാണ് ഇപ്പം ബാംഗ്ലൂർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഒരു 1-2 മാസം കഴിഞ്ഞാൽ നല്ല ചൂടാവുന്നുണ്ട് ബാംഗ്ലൂർ. കഴിഞ്ഞ വർഷം, അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ അങ്ങനെയാണ്. ഇപ്രാവശ്യം അതേ ഒരു ടേമിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം അത് മാറ്റി നിർത്തിയിട്ട് ഈ ഒരു നമ്മുടെ ക്ലൈമറ്റൊക്കെ മാറ്റി നിർത്തിയാൽ പിന്നെ ബാംഗ്ലൂർ എന്താ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാഫിക്. വേൾഡിൽ തന്നെ സെക്കൻഡ് ട്രാഫിക് ഉള്ള സിറ്റിയാണ് നമ്മുടെ ബാംഗ്ലൂർ. UK ലണ്ടൻ കഴിഞ്ഞ 2ാമത്തെ സിറ്റിയാണ്, ഏഷ്യയിലെ ഫസ്റ്റ് സിറ്റി ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും അല്ലാണ്ട് എന്താണോ ഇവിടുത്തെ ഒരു സ്ഥലം, ഫ്രീഡം കിട്ടുന്നതാണോ അതോ നൈറ്റ് ലൈഫ് കൂടുതലുള്ളതാണോ? ഞാൻ പറയുന്നത് മലയാളികൾക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല കേട്ടോ. ഇതൊക്കെയാണോ? ഒക്കെ ആണെങ്കിലും അതിൻ്റെ ഒക്കെ ഉപരി ഒരു വലിയ സംഭവമുണ്ട്, ഫുഡ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളം വിട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ ഫുഡ് അതുപോലെ നമുക്ക്, അല്ലെങ്കിൽ കേരളത്തിൽ കിട്ടുന്നേക്കാൾ നല്ല രീതിയിൽ സെർവ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം ബാംഗ്ലൂർ മാത്രമാണ്. നിങ്ങൾ വേറെ ഏത് സിറ്റി വേണമെങ്കിലും എടുത്തോ, ചെന്നൈ എടുത്തോ, കോയമ്പത്തൂർ എടുത്തോ, നിങ്ങൾ മുംബൈ എടുത്തോ, ഡൽഹി എടുത്തോ, കൊൽക്കത്ത എടുത്തോ, എവിടെ നിങ്ങൾ എടുത്തോ, ഹൈദരാബാദ് എടുത്തോ, ബാംഗ്ലൂർ കിട്ടുന്നത് പോലത്തെ ഒരു മലയാളി ഫുഡ് അതുപോലെ സെർവ് ചെയ്യുന്ന അതേ ടേസ്റ്റിൽ അതേ ഒത്തൻറ്റിക് ഫുഡ് കിട്ടണമെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സിറ്റികൾ, കേരള കഴിഞ്ഞാൽ അത് നമ്മുടെ ബാംഗ്ലൂർ തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? എനിക്കൊരു സംശയമില്ല. ഞാൻ വേറെ 1-2 സിറ്റി ഇന്ത്യയിൽ നിന്നിട്ടുണ്ടെങ്കിലും, അതായത് ഡൽഹിയിലും ചെന്നൈയിലും ഒക്കെ നിന്നിട്ടുണ്ടെങ്കിലും, എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫുഡ് കിട്ടുന്ന, മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന, മലയാളികൾ എന്താണോ മനസ്സിൽ കാണുന്നത് അതുപോലത്തെ ഫുഡ് കിട്ടണമെങ്കിൽ ബാംഗ്ലൂർ തന്നെ വരണം. അപ്പം നമ്മുടെ ഫസ്റ്റ് പോസ്റ്റ് തന്നെ അതാവട്ടെ, ബാംഗ്ലൂർ എന്തുകൊണ്ട് നമ്മളെ മലയാളി ചൂസ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ഈ പറഞ്ഞ ക്ലൈമറ്റും ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മലയാളത്തനിമുള്ള ഫുഡ് കിട്ടണമെങ്കിൽ ഒരു ബാംഗ്ലൂർ തന്നെ വരണം. അതിന് എതിരഭിപ്രായമുള്ളൊരു കമൻറ്റ് ഇടണേ. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ഓരോ ടോപ്പിക് എടുത്തിട്ട് നമുക്കിങ്ങനെ വീഡിയോ ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് 2 റെസ്റ്റോറൻറ്റ് ഇന്ന് കാണാം കേട്ടോ. അതായത് 2 റെസ്റ്റോറൻറ്റിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂരുള്ളത് ഈ മലബാർ സൈഡിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, ഹോട്ടൽ നടത്തുന്ന ആൾക്കാർ, റെസ്റ്റോറൻറ്റ്സ് നടത്തുന്ന ആൾക്കാർ, സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ മലബാർ സൈഡിലോട്ടുള്ള ആൾക്കാരാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഇത്രയും സ്ഥലത്തുള്ള ആൾക്കാരാണ്. അതിൽ തന്നെ നമ്മൾ ബെസ്റ്റായിട്ടൊരു മലബാർ കല്യാണ ബിരിയാണി ബാംഗ്ലൂർ എവിടെ കിട്ടും എന്ന് നമുക്കിന്ന് പരിചയപ്പെടാം. 2 സ്പോട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളെ മടിവാള മാരുതി നഗറിലുള്ള ഹാൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് കോർട്ട് ഉണ്ട്. അവിടെ 1990s ഈറ്ററി ക്ലബ് എന്നും പറഞ്ഞിട്ട് ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അവിടെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് പക്ക നമ്മുടെ നാടൻ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ഭാഗത്ത് വിളമ്പണ കല്യാണ ബിരിയാണി ഉണ്ട്. ലഗോൺ കോഴിയുടെ കല്യാണ ബിരിയാണി, നല്ല കഴമ റൈസൊക്കെ ഇട്ട് നല്ല സ്മെല്ലൊക്കെ അടിച്ച് നല്ല ലഗോൺ കോഴി, നല്ല ഇങ്ങനെ ലഗോൺ കോഴി പിച്ചുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ചുവന്നിരിക്കും, എപ്പോഴും ചുവന്നിരിക്കുന്ന ഒരു ഇറച്ചിയായിരിക്കും, നാടൻ കോഴി പോലെ ഇരിക്കും. അതിൽ മസാല വെച്ചിട്ട് ദം ഇട്ടിട്ട് വരുന്ന ഒരു ബിരിയാണി, അത് നമ്മുടെ മലബാർ സൈഡിലോട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത്. അങ്ങനത്തെ ഒരു ബിരിയാണി കിട്ടുന്ന, ഞാൻ ആദ്യം പറയുന്ന ഒരു സ്പേസ് ഈ മടിവാളല്ല ഹോട്ടലുള്ള 1990s ഈറ്ററി ക്ലബ്ബാണ്.
അതിൻ്റെ കൂടെ തന്നെ ഇപ്പം പുതുതായിട്ട് കാലിക്കറ്റ് ബിരിയാണി എന്നും പറഞ്ഞ HSR 3rd സെക്ടറിൽ ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റ് കൂടെ വന്നിട്ടുണ്ട്. ഈ 2 സ്ഥലത്തും ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് 2 സ്ഥലവും ഒരുപോലെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. എനിക്ക് ഈ ഹോട്ടലിലെ വീഡിയോസൊന്നും ഒരുപാട് കാണിക്കാനില്ല, പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഈ കാലിക്കറ്റ് ബിരിയാണിയിൽ പോയ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കഴമ അരി വെച്ചിട്ട്, റോസ് കഴമ അരി വെച്ചിട്ട് നല്ല ലഗോണിൽ ദമ്മിട്ട് എടുത്ത കല്യാണ ബിരിയാണി അവിടെ കിട്ടുന്ന ഒരു മെയിൻ സ്പേസ് തന്നെയാണത്. അടിപൊളി ബിരിയാണി, ഒരു രക്ഷയില്ല. ആ ചെമ്പങ്ങട്ട് തുറന്ന് അപ്പം കിട്ടുന്ന മണം, അത് കഴിഞ്ഞ് റൈസ് കോരി അവസാനം ഏറ്റവും താഴെ നമ്മൾ ദമ്മിലിട്ട ചിക്കൻ അതുപോലെ അങ്ങനെ എടുത്ത് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് ഇട്ട് അതിൻ്റെ മേലെ കുറച്ച് ചോറിട്ട് നമ്മുടെ പ്ലേറ്റിൽ തട്ടി കഴിക്കുമ്പം കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ എൻ്റെ പടച്ചോനെ, ഒരു രക്ഷയില്ല. അപ്പം ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ 2 സ്ഥലം പരിചയപ്പെടുത്തി കേട്ടോ. ഒന്ന് 1990s ഈറ്ററി ക്ലബ്ബും അതുപോലെ തന്നെ കാലിക്കറ്റ് ബിരിയാണി HSR. ഈ 2 സ്പേസും ഒരു പക്ക കല്യാണ ബിരിയാണി, ഒത്തൻറ്റിക് മലബാർ കല്യാണ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ്. നിങ്ങൾക്ക് ഫുഡ് ഓർഡറും ചെയ്യാം. അവിടെ ബാക്കി ഡിഷസൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ വേറെ തന്നെ. പക്ഷേ മസ്റ്റ് ട്രൈ ആണ് ഈ 2 സ്ഥലങ്ങളും, നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ പോഡ്കാസ്റ്റ് ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ എന്താ പറയുക സംസാരിക്കുന്ന ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഇതിലോട്ട് എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുകയാണ്. ഇവിടെ വേറെ പോഡ്കാസ്റ്റോ ചാനലുകളോ ഉണ്ടോയെന്ന് അറിയില്ല, മലയാളി പോഡ്കാസ്റ്റുകളും കാര്യങ്ങളൊക്കെ. നമ്മൾ ആളുകളെ കൂട്ടും, നമ്മൾ വേറെയും 1-2 ആളുകളൊക്കെ വരും. നമ്മളങ്ങനെ ഇരുന്ന് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. ഡെയിലി ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ മാക്സിമം ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും എന്താ പറയുക സപ്പോർട്ടും എല്ലാം വേണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം വേണം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ നാളെ കാണാം.